സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് എനിക്കൊരു 956 രൂപ സംതിങ് ആണ് ലോസ് വന്നത്. സോ ഇന്ന് ആക്ച്വലി ഞാനൊരു 3 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ എന്തുകൊണ്ടാണ് ലോസ് വന്നത് എന്നതിനുള്ളൊരു അതിൻ്റെ ഒരു ലോജിക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, സോ നമുക്കൊന്ന് നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കാം. ഓക്കെ, സോ 8-ാം തീയതിയാണ് മാർക്കറ്റ് കൃത്യം ഓപ്പൺ ആയ ശേഷം താഴേക്ക് വരികയാണ് ചെയ്തത്. സോ മാർക്കറ്റിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഹൈ ആയിരുന്നു എൻ്റെ ഒരു എൻട്രി എടുക്കാനുള്ളൊരു ഒരു ഏരിയ ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. സോ മാർക്കറ്റ് താഴേക്ക് വന്ന് അഗെയിൻ ഈ ഒരു ഞാൻ വരച്ചിരിക്കുന്ന ഈ ഗ്രീൻ ലൈൻ കണ്ടോ, ഈ ഒരു ഗ്രീൻ ലൈനിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഒരു പുട്ട് ബൈ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. സോ എൻ്റെ പ്ലാൻ അനുസരിച്ച് മാർക്കറ്റ് നേരെ മേലേക്ക് വന്നു. സോ ഈ ഏരിയ ടച്ച് ചെയ്യുകയും ചെയ്തു. കാരണം എന്താണെങ്കിലും ഞാൻ ഈ ഒരു ഏരിയ വന്നിട്ട് ലിക്വിഡിറ്റി ലെവലാണ്. സോ അഗെയിൻ ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് എടുത്ത ശേഷം മാർക്കറ്റ് താഴേക്ക് പോകും. സോ ഞാൻ എന്താ ചെയ്തതെങ്കിൽ ഇവിടെ ഏരിയ വന്നതും ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ടൊരു 6-7 ഉണ്ടാവുള്ളൂ. സോ ആ ഒരു റീസൺ കൊണ്ട് മാർക്കറ്റ് അഗെയിൻ ഒരു 10 പ്രീമിയത്തിൽ ഒരു 10-12 പോയിന്റ് എബോവ് മേലോട്ട് പോയിട്ടുണ്ട്. സോ എൻ്റെ സ്റ്റോപ്പ് ലോസ് 6-7 ആയതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയ ശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. ഓക്കെ, ആ ഒരു ഇതിൽ എനിക്കൊരു 300-400 സംതിങ് എനിക്ക് ലോസ് ആയി പോയി. ആൻഡ് അഗെയിൻ ഞാനൊരു ട്രേഡും കൂടെ എടുത്തിരുന്നു. അത് വന്നിട്ട് ഈ കൃത്യം 9:38 ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ക്യാൻഡിലിന്റെ വിക്കിന് എബോവ് താഴേക്ക് വിക്കിന്റെ ആ ഒരു റേഞ്ച് ടച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് 24,822 ആ റേഞ്ച് മാർക്കറ്റ് വരികയാണെങ്കിൽ അവിടുന്ന് മേലോട്ട് പോകുന്ന വിചാരിച്ചു. കാരണം അവിടെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ട് ഗ്രാബ് ചെയ്ത ശേഷം മാർക്കറ്റ് മേലോട്ട് പോകുന്നു കരുതി. ബട്ട് ആ റേഞ്ച് വന്നപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, കോൾ ബൈ ചെയ്തു. ബട്ട് അതിനുശേഷം മാർക്കറ്റ് അഗെയിൻ പ്രോഫിറ്റ് പോയി, ഒരു 500-700 സംതിങ് പ്രോഫിറ്റ് പോയിരുന്നു. ബട്ട് അഗെയിൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ബട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയത് എങ്ങനെയാണെങ്കിൽ, പ്രോഫിറ്റ് ഒരു 500 ആയപ്പോഴത്തേനും ഞാൻ സ്റ്റോപ്പ് ലോസ് വന്ന് എടുത്ത് കോസ്റ്റ് പ്ലേസ് ചെയ്തു. സോ ഇവിടെ എനിക്ക് ലോസ് വരുന്നില്ല, പ്രോഫിറ്റ് വരുന്നില്ല. സോ അവിടെ കോസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയ ശേഷം എൻട്രി പൊസിഷൻ ക്ലോസ് ആയി. അഗെയിൻ ഞാൻ ഫസ്റ്റ് എടുത്ത ആ ട്രേഡില്ലേ, അവിടെ എനിക്ക് അഗെയിൻ സംതിങ് ഒരു 500-600 പ്രോഫിറ്റ് പോയപ്പോൾ എനിക്ക് കോസ്റ്റ് പ്ലേസ് ചെയ്താൽ മതിയായിരുന്നു സ്റ്റോപ്പ് ലോസ്. ബട്ട് ഞാൻ ചെയ്തില്ല. ബട്ട് അതുകൊണ്ടാണ് എനിക്ക് അവിടെ ആദ്യം ഫസ്റ്റ് ലോസ് ആയത്. സോ അതിനുശേഷം ഒരു ട്രേഡ് അറിയാതെ എക്സിക്യൂട്ട് ആയിരുന്നു. ലൈക്ക് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അതിലെനിക്കൊരു 300 സംതിങ് ലോസ് ആയി. ഓക്കെ, സോ അങ്ങനെയാണ് അഗെയിൻ ടോട്ടൽ എനിക്കൊരു 900 സംതിങ് ലോസ് വന്നത്. സോ എൻ്റെ ഫസ്റ്റ് പ്ലാൻ അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു റേഞ്ച് വന്നിട്ട്, ഞാൻ ടാർഗറ്റ് എടുക്കാൻ നിന്ന റേഞ്ച് വന്നിട്ട് ഈ ഒരു റേഞ്ചാണ് കണ്ടോ, ഈ 24,790 ആ റേഞ്ചാണ്. മേ ബി മാർക്കറ്റ് ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലേ. യെസ്, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നില്ലെങ്കിൽ, ഫസ്റ്റ് ട്രേഡ് ഹിറ്റ് ആയിരുന്നില്ലെങ്കിൽ എനിക്കൊരു നല്ല പ്രോഫിറ്റ് ഒന്ന് ബുക്ക് ചെയ്തിറങ്ങാൻ പറ്റുമായിരുന്നു. സോ എൻ്റെ ഞാൻ ട്രേഡ് എടുക്കുന്ന ഒരു ദിവസം ഒരു 2 ട്രേഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം 1 ട്രേഡ്, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാനുള്ള പ്ലാൻ അല്ല. എന്നൊരു അബദ്ധത്തിലൊരു 3 ട്രേഡ് ആക്ച്വലി അറിയാതെ ആയിപ്പോയതാണ്. ഓക്കെ, യെസ്, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.